വടകരയ്ക്കും അതോടൊപ്പം തന്നെ അശ്ലീല വീഡിയോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അടക്കം സിപിഐഎമ്മിന് എതിരെ UDF നടത്തിയ പരിപാടിയിൽ ആയിരുന്നു ലൈംഗിക അധിക്ഷേപ പരാമർശവുമായി RMP നേതാവ് രംഗത്ത് എത്തിയത്. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെയാണ് RMP നേതാവ് KS ഹരിഹരൻ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയത്. ടീച്ചറുടെ അശ്ലീല വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കുമോ എന്നായിരുന്നു ഹരിഹരൻ ചോദിച്ചത്. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടോ മനസ്സിലാവും. ആരെങ്കിലും ഉണ്ടാക്കും അത്? പ്രസംഗം വിവാദമായതോടെ KS ഹരിഹരൻ സമൂഹ മാധ്യമത്തിലൂടെ ഖേദം പ്രകടിപ്പിച്ചു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ആണ് ചേരുന്നത്. അനീഷ്, ഒരു വിശദീകരണ യോഗത്തിൽ അല്ലെങ്കിൽ CPM-ന് എതിരെ ഉള്ള ഒരു യോഗത്തിൽ ആണ് ഇത്തരത്തിൽ RMPയുടെ നേതാവ് അശ്ലീല പരാമർശം നടത്തുന്നത്. എത്രത്തോളം ഗുരുതരമായ പരാമർശമാണ് ഹരിഹരന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്? അഭിലാഷ്, അങ്ങേയറ്റം ഗുരുതരമായ ഒരു പരാമർശം തന്നെയാണ് RMP നേതാവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് പറയാം. നമുക്കറിയാം, വടകര തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥി നിർണയം മുതൽ വലിയ വിവാദങ്ങൾ കത്തി നിന്ന സ്ഥലമാണ്. ആദ്യം തന്നെ KK ശൈലജ ടീച്ചർ തനിക്കെതിരെ കടുത്ത വ്യക്തി അധിക്ഷേപവും സോഷ്യൽ മീഡിയയിലൂടെയുള്ള അധിക്ഷേപവും ഉണ്ടാവുന്നുവെന്ന് പറഞ്ഞ് വൈകാരികമായി വാർത്താ സമ്മേളനം നടത്തിയ ഇടമാണ് വടകര. പിന്നീട് ഈ സൈബർ ആക്രമണത്തിന്റെയും വ്യക്തിഹത്യയുടെയും പേരുകളാണ്. ആ പേരിലായിരുന്നു പിന്നീട് വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോയത്. തനിക്കെതിരെ വ്യാജ വീഡിയോ നിർമ്മിക്കുന്നുവെന്ന് കൃത്യമായി ടീച്ചർ പറയുകയും പിന്നീട് അത് ഒരു ഫോൺ വീഡിയോ അല്ലെങ്കിൽ അശ്ലീല വീഡിയോ എന്ന തരത്തിലേക്ക് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് ടീച്ചർ തന്നെ വിശദമാക്കി താൻ ഉദ്ദേശിച്ചത് വ്യാജ വീഡിയോ എന്നാണ്. ഇത്തരമൊരു അശ്ലീല വീഡിയോയുടെ കാര്യം താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. ഇതേ തുടർന്ന് ഈ പേരിൽ പിന്നീട് ടീച്ചർക്കെതിരെ വലിയ ആക്ഷേപം ഈ വ്യക്തിപരമായും അല്ലാതെയും ഒക്കെ കടന്നാക്രമണം വടകരയിൽ ഉണ്ടായി. UDF നേതാക്കളടക്കം പേരെടുത്ത് കള്ളി എന്ന പേരിലൊക്കെ ടീച്ചറെ വിശേഷിപ്പിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഇത്തരം കാര്യങ്ങളോടൊന്നും തനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. ഇത്തരം സൈബർ അതിക്രമങ്ങളോടും അല്ലെങ്കിൽ വർഗീയത പറഞ്ഞുള്ള വോട്ടുപിടുത്തത്തോടും താൻ യോജിക്കുന്നില്ല എന്ന് ഷാഫി പറമ്പിൽ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ UDF ഹാൻഡിലുകളിൽ നിന്നും പ്രത്യേകിച്ച് ലീഗ് പ്രവർത്തകരടക്കമുള്ളവരിൽ നിന്നും ഇത്തരം ഈ ജിഹാദികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരം ഈ വർഗീയപരമായ കാര്യങ്ങൾ ഉന്നയിച്ചുള്ള നിരവധി പോസ്റ്റുകൾ ഉണ്ടായി. അതിനെതിരെ നിരവധി കേസുകൾ, ഏതായാലും 12-ലധികം കേസുകൾ നിലവിൽ തന്നെ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത്തരം ഘട്ടത്തിലും സ്ഥാനാർത്ഥി അതിനെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ചെയ്തത്. പക്ഷേ സ്ഥാനാർത്ഥി ഇത് തള്ളിക്കളയുമ്പോഴും ഇത്തരം പ്രവണതകളെ ഒരു വശത്ത് തീർച്ചയായും എന്തായാലും ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രതികരണം നടത്തേണ്ടത് KK രമ തന്നെയാണ്. KK രമ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് ആ വാക്കുകളിലേക്ക്. അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ ഒരു എതിർത്ത് പറയലോ ഖേദം പ്രകടിപ്പിക്കലോ നാം കേട്ടിട്ടില്ല. ആ സമയത്തൊക്കെ അവരെ ന്യായീകരിക്കുന്ന ആളുകളെയാണ് നാം കണ്ടിട്ടുള്ളൂ. പക്ഷേ RMP ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാടെടുക്കുകയാണ്. ഞങ്ങൾ അതിനെ ന്യായീകരിക്കാൻ തയ്യാറല്ല, പൂർണ്ണമായിട്ട് അതിനെ തള്ളിക്കളയുന്നു എന്നുള്ള ഏറ്റവും മാതൃകാപരമായ ഒരു നിലപാടാണ് RMP ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ആ പരാമർശം നടത്തിയ വ്യക്തിയും ഈ പരാമർശം തെറ്റായി പോയി എന്നും നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിലപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വ്യക്തി അത് തെറ്റാണെന്ന് പറയുകയും അത് തിരുത്തുകയും ചെയ്തു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അതുതന്നെയാണ് സമൂഹത്തിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സന്ദേശം. ഈ രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ വനിത എന്നുള്ള രൂപത്തിൽ പലപ്പോഴും വനിതകൾക്കെതിരെ നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ, ഇത്തരം പ്രസംഗങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്സിലുള്ള പുരുഷ ആളുകൾ നടത്തുന്ന പരാമർശങ്ങൾ ഇത് തീർത്തും വൾഗറായി പോകുന്നത് എന്തുകൊണ്ടായിരിക്കുന്നതാണ് രമേശ് എസ് എ ലേഡി എന്നുള്ള രൂപത്തിൽ തോന്നുന്നത്? അല്ല, അതൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിലുള്ള. സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടിന് ഇപ്പോഴും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്നത് ഒരു പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിലാണ്. അപ്പോൾ ആ പുരുഷാധിപത്യമുള്ള ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ബോധം അത് എത്ര പറഞ്ഞാലും മാറുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതുപോലെയൊക്കെ ചില പരാമർശങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നു. എന്തായാലും ഈ തരത്തിലാണ് ഇപ്പോൾ KK രമയുടെ പ്രതികരണം ഉണ്ടാകുന്നത്. തീർത്തും തെറ്റായ പരാമർശമാണ് RMP നേതാവ് ഹരിഹരന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന് KK രമ പറയുകയാണ്. അതേസമയം മാതൃകാപരമായി തന്നെ ഈ വിഷയത്തിൽ മാപ്പ് പറയുന്നു, തെറ്റാണ് എന്ന് RMP കൃത്യമായി നിലപാടെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരാമർശം നടത്തിയ ആൾ മാപ്പ് പറയുന്നു എന്നുള്ളതാണ് KK രമയുടെ പ്രതികരണം. അനീഷ് കുമാർ